കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നാളെ മുതൽ ആരംഭിക്കുമെന്ന് കട്ടപ്പന നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CB പറപ്പായി. ബസ്സുകൾ പാർക്ക് ചെയ്യുന്ന ഭാഗത്ത് ഹെവി വെഹിക്കിൾ സ്റ്റോപ്പറുകൾ സ്ഥാപിക്കും. സ്റ്റാൻഡിൽ കെട്ടിടത്തിന്റെ പെയിന്റിംഗ്, ചോർച്ച പരിഹരിക്കൽ, അപകടകരമായ ഭാഗങ്ങൾ നവീകരിക്കൽ തുടങ്ങിയവ ഉൾപ്പെടെ നടത്തുവാൻ 60 ലക്ഷം രൂപ വകയിരുത്തി. കൂടാതെ ബസ് സ്റ്റാൻഡിൽ സെക്യൂരിറ്റിയുടെ സേവനം ആരംഭിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിലെ നവീകരണ പ്രവർത്തനങ്ങൾ നാളെ മുതൽ ആരംഭിക്കുകയാണ്. ബസ് സ്റ്റാൻഡിന്റെ മണ്ട റൂഫ് ചെയ്യുന്നതിന് വേണ്ടി 18 ലക്ഷം രൂപ മുനിസിപ്പാലിറ്റിയിൽ നിന്നും അനുവദിച്ച് അത് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചിരിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ബസ് സ്റ്റാൻഡിൽ കൂടെ ഉണ്ടാകുന്ന അപകടങ്ങൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടി ഹെവി വെഹിക്കിൾ സ്റ്റോപ്പർ ബസ് സ്റ്റാൻഡിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള പണവും അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും നാളെ മുതൽ. അതോടൊപ്പം തന്നെ കട്ടപ്പന ബസ് സ്റ്റാൻഡിൻ്റെ പെയിന്റിങ്, റൂഫിങ്, അതോടൊപ്പം തന്നെ ബസ് സ്റ്റാൻഡിൽ ഉള്ള പഴയ കുളം ഉണ്ടായിരുന്ന ഭാഗത്തുള്ള ഒരു കുഴിയുണ്ട്. ആ കുഴി അടയ്ക്കുന്നതിന് എല്ലാം കൂടിയായി 20 ലക്ഷം രൂപ മുനിസിപ്പാലിറ്റിയിൽ നിന്നും അനുവദിച്ച് അതും ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. മുനിസിപ്പാലിറ്റിയിലെ ഓടകളുടെ മുകളിലുള്ള സ്ലാബുകൾ മാറ്റുന്നതിനും ഓട നവീകരണത്തിനും വേണ്ടി 10 ലക്ഷം രൂപ മുനിസിപ്പാലിറ്റിയിൽ നിന്നും നീക്കിവെച്ച് ആ 10 ലക്ഷം രൂപയ്ക്കും ASും TSും കിട്ടി അതും ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മുനിസിപ്പാലിറ്റിയിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ, അതിഥി തൊഴിലാളികൾ അടക്കമുള്ള ആളുകളുടെ ഒരു ശല്യവും അതുപോലെ തന്നെ പൊതുജനങ്ങൾക്ക് ഉപദ്രവകരമായി മാറുന്ന സ്ഥിതിവിശേഷങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി മുനിസിപ്പാലിറ്റിയിൽ നിന്നും എക്സ് സർവീസ്മാൻ സൊസൈറ്റിയിൽ നിന്നും 2 സെക്യൂരിറ്റികളെ നിയമിക്കുന്നതിനും ഈ കാര്യങ്ങളെല്ലാം മുനിസിപ്പാലിറ്റിക്ക് ഉത്തമ ബോധ്യമുണ്ട്. മുനിസിപ്പാലിറ്റി ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ തയ്യാറായി തുടങ്ങുമ്പോൾ ചില ആളുകൾ സമരം ചെയ്യും എന്നും പറഞ്ഞുകൊണ്ട് സമരവും പ്രതിഷേധവും ഒക്കെയായി രംഗത്ത് വരികയാണ്. കാരണം ഞങ്ങൾ പറഞ്ഞിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് ഒന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ചില തൽപര കക്ഷികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്.